ശേഷം ഞാൻ ക്ലിയർ പറയാം. അതിനുശേഷം വിഷ്ണു ശശിശങ്കറിന്റെ കുറച്ചു വിഷ്ണു പറയാമെന്ന വിഷയം അത് വിഷ്ണുവിന്റെ ഒരു തമിഴ് പടം ഓണായി. വിഷ്ണു അത് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പൂജ നടന്നിരുന്നു. ഞാനും അത് ഷെയർ ചെയ്തിരുന്നു. ആ പൂജ കഴിഞ്ഞ് ആ ന്യൂസ് പുറത്തു വന്ന 2-ാം ദിവസം അതിന്റെ പ്രൊഡ്യൂസറിന്റെ ഫോണിലേക്ക് ഈ പറയുന്ന മുരളി കുന്നംപുറത്തിന്റെ മെസ്സേജ് പോയി. അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ്, ഇവിടെ നമ്മൾ കാണിക്കുകയും ചെയ്യാം. ഈ സംവിധായകനെ വെച്ച് സിനിമ ചെയ്യരുത്, ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയില്ല, ഇയാൾ കാരണം എൻ്റെ കഴിഞ്ഞ പടം ഒരുപാട് പൈസ പോയി, അതിന് തെളിവ് വേണമെങ്കിൽ അതിന്റെ മുന്നത്തെ പടത്തിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ, അതായത് 2 പ്രൊഡ്യൂസേഴ്സ് ആണ്, ആൻഡോ ചേട്ടനും വേണു ചേട്ടനും, അതിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസറിനെ വേണു ചേട്ടനാണ് പറയുന്നത്, വിളിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഹീറോയെ വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു, മെസ്സേജ് അയച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വീഡിയോ പുറത്തു വന്നത് 2 ദിവസം മുന്നെയാണ്. രക്ഷകനെ പോലെ ഇന്നലെയും വിളിഞ്ഞാന്ന് വേണ്ടി ഇവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ വിളിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും? അതിന് 1 മാസം മുന്നേ വിഷ്ണുവിന്റെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഇവരോട് ചോദിക്കാം എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വ്യക്തമാണ്, കൃത്യമായ പ്ലാനിങ് വ്യക്തമാണ്. ഇത് ഏത് വഴിക്കാണ്, എങ്ങനെയാണ് ഇത് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇന്നലെ വേണു കുന്നപ്പള്ളി സാറിന് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വിഷ്ണുവിനെ എനിക്ക് പണിയറിയില്ല, പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾ ഒഴിയിൽ ചാടിക്കുന്നു. ഞാൻ കോമൺ ആയിട്ട് ഇതിനകത്തിന്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വിട്ട സമയത്ത് ഇദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിനു മുന്നേ അതായത് ഇന്റർവ്യൂസ് ഒക്കെ അറിയാം. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പണി അറിയില്ലെങ്കിൽ എന്നെ വെച്ച് ഞാൻ 6 പടം ചെയ്തതിൽ 3 പടവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. 2 പ്രൊഡ്യൂസർ, ആൻഡോ ചേട്ടനും വേണു ചേട്ടനും. ഞാൻ ഈ 3 പടവും ചെയ്തേക്കുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടിയാണ്, ആൻഡോ ചേട്ടന് വേണ്ടിയാണ്. എന്തൊക്കെ എന്റെ സിനിമയിലേക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യുകയും എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആൻഡോ ചേട്ടൻ. ആൻഡോ ചേട്ടനോട് മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എനിക്ക് ഇതേപോലൊപ്പം സിനിമ ചെയ്യാൻ താല്പര്യമില്ല. കാരണം അനാവശ്യമായ സിനിമകളിൽ കയറി ഇടപെടുകയും തനിക്ക് എല്ലാം അറിയാം എന്നൊരു ചിന്തയും കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് വേണു ചേട്ടൻ. അദ്ദേഹത്തിന് എന്നോടുള്ള പ്രശ്നം തുടങ്ങിയേക്കുന്ന ഇവിടെ നിന്നൊന്നുമല്ല. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നു. നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആൻഡോ ചേട്ടനെയാണ് എനിക്കന്ന് അറിയുന്നത്, വേണു ചേട്ടൻ എനിക്ക് അറിയില്ല. വേണു ചേട്ടൻ അതിനിടയിൽ എപ്പോഴാണ് ഒരു ദിവസം കണ്ടിട്ടുള്ളത്. ആ പടം കോവിഡ് സമയത്ത് ഇറങ്ങുന്നു. അതിനുശേഷം നെറ്റ്ഫ്ലിക്സിൽ ആ പടം വലിയ ട്രെൻഡിങ് ആവുന്നു. ഇന്നും കേരളത്തിന് പുറത്തു പോയാൽ മാളികപ്പുറത്തേക്കാൾ കൂടുതൽ എന്നെ ആളുകൾ സംസാരിക്കുന്ന നൈറ്റ് ഡ്രൈവിനെ പറ്റിയാണ്. അപ്പൊ ആ സിനിമയുടെ ഒരു എഴുത്തുകാരന്റെ മോശം, കഥ മോശമാണെങ്കിൽ ആ സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് ഹിന്ദിയിൽ വീനസ് എന്ന് പറഞ്ഞ കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റോറി റീമേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ തെലുങ്ക് പോയിട്ടുണ്ട്. അടുത്ത സമയത്ത് അതിന്റെ തെലുങ്ക് പോയി. കഥ മോശം. ഓക്കെ, അപ്പം ആദ്യത്തെ പടം ആസ് എ റൈറ്റർ ഇന്നലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഞാൻ മോശം റൈറ്റർ ആണെങ്കിൽ, എന്റെ 2ാമത്തെ പടം മാളികപ്പുറവും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡോ ചേട്ടനും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ നിർമ്മാണ സമയത്ത് ഒരു സമയത്ത് ശബരിമലയിൽ അദ്ദേഹം എത്തുകയും, അത് നമ്മൾ കഥയൊക്കെ പറഞ്ഞാണ്. അന്നും അദ്ദേഹം കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. ശബരിമലയിൽ വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്ത് അദ്ദേഹം വിഷ്വൽ കാണിക്കുന്നു. അന്ന് അദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും മാറ്റിയെടുത്ത ഒരു കാര്യം പറഞ്ഞു, ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഉണ്ണി മൂന്നിനെ പോലീസാക്കി നിർത്തണ്ട, ഇതിനെ അയ്യപ്പനാക്കി തന്നെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാനും വിഷ്ണു പറഞ്ഞത് ഒരിക്കലും നടക്കില്ല. കാരണം ഈ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞ് ഇതിനെ ഭയങ്കര റിയാലിറ്റിയിൽ അല്ല റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കൊണ്ട് ക്ലൈമാക്സ് നിർത്തിയാൽ മാത്രമേ ഈ സിനിമ വിജയിക്കുന്നുള്ള വാശിയിൽ ഞങ്ങൾ നിന്നു. അന്ന് അദ്ദേഹത്തിന് അതൊരു വലിയ ഈഗോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പല വേദികളിലും അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന്റെ 3 പടങ്ങളാണ് ഇറങ്ങുന്നത്. മാളികപ്പുറം വെച്ച് മറ്റ് 2 പടത്തെ പറ്റി അദ്ദേഹം ഭയങ്കര പ്രതീക്ഷ പറയുമ്പോൾ മാളികപ്പുറത്തെ ഒരു വളരെ ചെറിയ പടമാകും. അത് ഉണ്ണിയുടെ പടം ആ സമയത്ത് ഒന്നും ഓടുന്നില്ല, ഉണ്ണിയുടെ പടത്തിന് ബിസിനസ് ഇല്ല എന്ന രീതിയിൽ വരെ സംസാരം വന്നപ്പോൾ മാളികപ്പുറം ഒരു വലിയ സക്സസിലേക്ക് പോവുകയും ഈ പറയുന്ന 100 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ട്സ് വരെ അന്നത്തെ പ്രൊമോഷൻ സമയത്ത് പുറത്തു പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ എടുത്ത് പറയുകയാണ്, എനിക്ക് മാളികപ്പുറത്തിന് 100 കോടി കിട്ടിയില്ല, 75 കോടി കിട്ടിയുള്ളൂ. അതൊരു പ്രൊഡ്യൂസർ പറയുകയാണ്. ഓക്കെ, അത് അദ്ദേഹത്തിന് ഇഷ്ടം. ഇതിനിടയിൽ ഞാൻ അടുത്ത പടം, അതായത് എഴുതാൻ അറിയാത്ത എന്നെ വെച്ചിട്ട് അദ്ദേഹം 3ാമത്തെ പടം ആനന്ദ് ശ്രീബാലൻ. ഇതിന് തൊട്ട് മുന്നേ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ഞാൻ ദുബായി വെച്ചിട്ട് പോവുകയും ആ പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്നിട്ട് അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഇതിലെ എല്ലാ കഥകളും സിനിമയാക്കാൻ പറ്റും, അഭിലാഷ് ഇത് വായിച്ചിട്ട് ഇതിലൊരു മജീഷ്യന്റെ കഥയുണ്ട്, ആ സിനിമ നമുക്ക് അത് തിരക്കഥയാക്കി സിനിമ ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനത് വായിച്ചു. ഞാൻ മോശം എന്ന് പറയുകയല്ല, എന്റെ ടേസ്റ്റിന് പറ്റിയ പടങ്ങളല്ല. കാരണം അതിനേക്കാൾ എത്രയോ ബെറ്ററായ കഥകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടാ ഇത് എന്റെ ടേസ്റ്റ് പറ്റിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കാനാണ്, പ്രാക്ടിക്കലി പറഞ്ഞാൽ വിഷമിപ്പിക്കാതിരിക്കാൻ പറഞ്ഞത്. കാരണം എനിക്കത് വർക്കായില്ല കഥകളൊന്നും. അന്ന് അദ്ദേഹം എൻ്റെ അടുത്തോട് തനിക്ക് എന്തറിയാം, ഇതൊക്കെ ഹിറ്റാവാൻ പോകുന്ന കഥകളാണ്. ഞാൻ ചേട്ടാ ധൈര്യമായിട്ട് ചെയ്യും. കാരണം മാമാങ്കം മുതൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. അതിന് ചെയ്യട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾക്ക് ഒരു പ്രശ്നം പുള്ളി ചെയ്തോട്ടെ. കാരണം കയ്യിൽ കാശുണ്ട്, അവിടെ പുള്ളിക്ക് എന്ത് കോൺഫിഡൻസിൽ എന്ത് ചെയ്യാം, ഞാൻ ചെയ്തോളെന്ന് പറഞ്ഞു. അതിനുശേഷം ആനന്ദ് ശ്രീബാല ആലോചിച്ച് നോക്കണം, എഴുതാൻ അറിയാത്ത എൻ്റെ 3ാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ, മുരളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആനന്ദ് ശ്രീബാല നഷ്ടമായിരുന്നു. ആയിക്കോട്ടെ, മാളികപ്പുറത്തിന്റെ ലാഭത്തിന്റെ 10% ആയിട്ടില്ല ആനന്ദ് ശ്രീബാലയുടെ ബഡ്ജറ്റ്. ആ സിനിമയുടെ ഔട്ട് കണ്ട് അതിന്റെ സംവിധാനം ജീവിച്ചിരിപ്പുണ്ട്, വിനയൻ സാറിന്റെ മകൻ വിഷ്ണു. ആ സിനിമ ഇറങ്ങി പുറത്തു വന്ന് അത് മിക്സർ റിവ്യൂ ആയിട്ട് പോലും തിയേറ്ററിൽ ആൾ വന്ന സമയത്ത് ഇദ്ദേഹം ആ ഡയറക്ടറെ വിളിച്ച് പറയുകയാണ്, ഞാൻ ഈ പടത്തിന് പ്രൊമോഷൻ ചെയ്യില്ല, ഞാൻ ഓടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. ഒരു സംവിധായകന്റെ അവസ്ഥ, അവന്റെ ആദ്യത്തെ പടമാണ്, കയ്യിൽ കാശുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ധാർഷ്ട്യം. ഇന്ന് ഞാൻ പറയുന്നത്, ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇനിയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ 2 ദിവസം നടക്കുന്ന PR വർക്സുകൾ കാണുന്നതാണ്. കാശ് കൊടുക്കാതെ ഒരു PR ഇവിടെ പണിയെടുക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ മീഡിയ കേൾക്കാൻ പറയുന്നത്. ഇത് ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളിൽ, എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ തന്നെ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കൊക്കെ കാശ് ഓഫർ വന്നു എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞ് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് മീഡിയ പ്രവർത്തകരുണ്ട്. എന്നാൽ അത് വാങ്ങിച്ച ടീംസ് ഉണ്ട്, അതിനെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കാണുന്നുണ്ട്. ഇനി ഇതില് ഇന്നലെ പറഞ്ഞ അടുത്ത കാര്യം, ഉണ്ണി മോഹൻ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു പടം ചെയ്യാനായിട്ട്. നല്ല കാര്യം, അദ്ദേഹം പടം ചെയ്യണം. അതിന് വേണു കുന്നപ്പള്ളി ഫണ്ട് ചെയ്യാന്ന് പറയുന്നു. തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞത് നല്ല കോമ്പിനേഷൻ ആണ്. ഉണ്ണി മോഹൻ, വേണു കുന്നപ്പള്ളി, മുരളി കുന്നപ്പള്ളി, ഇതുപോലൊരു കോമ്പിനേഷൻ മലയാള സിനിമയിൽ എനിക്ക് കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, അത് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. ഇത് മോശമായി പറയുന്നില്ല, ചിരിക്കാൻ പറയുന്നില്ല, സീരിയസ്ലി നല്ല, അത്ര ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടൊരു പ്രൊഡ്യൂസർ, സിനിമ വല്ല സ്വപ്നം കാണുന്ന മറ്റൊരു പ്രൊഡ്യൂസർ, സിനിമയെ അത്രത്തോളം പാഷനായിട്ട്, കാരണം സംവിധാനം ഉണ്ടെങ്കിലും ഇത് സംവിധാനം ചെയ്യുന്ന ഒരു നായകൻ, ഇതിന് നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നു 2-ാം ദിവസം 100 കോടി പോസ്റ്റ് വരും, എനിക്ക് ഉറപ്പുള്ള കാര്യം. കൃത്യമായിട്ട് തെളിയിക്കുന്നു. ഉണ്ണിമുന്തന് താങ്കളോട് ഇത്ര പക എന്താണ്? ഉണ്ണിമുന്തൻ എന്നോടല്ല പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നമാണ് തന്നെ, എന്നോടല്ല. ഞാനൊരു ഒരാഴ്ച മുന്നേ പോലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്, സോറി ഉണ്ണിനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, സൗഹൃദങ്ങള് ആരൊക്കെയാണ് എന്തൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ഒരാൾ, ഓക്കെ, ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതിൽ ഒരു കൂട്ടം വീഡിയോ കൊണ്ടുപോയിട്ട് ഞാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അറ്റൻഷൻ കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ചീപ്പായിട്ട് ഇതിന് തോന്നിയത്. കാരണം ഒരാളെ വിളിച്ച് സഹായിക്കാൻ, ഓക്കെ, നമ്മൾ സഹായിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവിടെ വിടണം. ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരും എന്ന്. അത് അത് ഇന്നലെ തൊട്ട് കാണുന്ന PR വർക്സില് ഉണ്ണിമൂന്നിന്റെ പോസ്റ്റുകളാണ്, ഉണ്ണിമൂന്നിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണിമൂന്നിന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണിമൂന്നിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്കുകളാണ്. നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിൽ കയറിയാൽ ഈ സാധനം, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത്, ആരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ പണിയെടുക്കുക. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിടല്ലോ, ഭയങ്കര മോശമാണ്. നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതോട് കാണിക്കുന്ന മോശമായ കാര്യം അത്. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളില്ല. ഇനി വേറൊരു കാര്യം, ഈ വ്യക്തിയല്ല, ഇത് അക്കൗണ്ട് പേര് ഫേക്കാണ്, പക്ഷെ ഹാരിസ് സ്യാൻ എന്ന് പറയുന്ന 22K ഫോളോവേഴ്സ് ഉള്ള ഒരാള്. ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്ക്. അതായത് എന്റെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന് ഒരേ സാധനം വളരെ മോശമായിട്ട് ബാക്ക് ടു ബാക്ക് ഇടുന്ന ഒരാൾ. ഇതാരാന്ന് എനിക്കറിയില്ല, ഞാൻ സൈബർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇരിക്കുന്ന പലർക്കും അറിയാം ഇത് ആരായിരിക്കും എന്നുള്ളത്. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളല്ല പറയുന്നത്, ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായി അറിയായിരിക്കും ഇത് ആരായിരിക്കും എന്നുള്ളത്. അല്ല ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞ എനിക്കാണ് ഇങ്ങനെ അറിയത്തുള്ളൂ. ഇത് കാര്യം എന്താ വെച്ചാൽ ഉറപ്പായിട്ട് ഇയാളെ അറിയായിരിക്കും. ഇതിന്റെ ഓൺലൈൻ മാധ്യമങ്ങൾ ആർക്കായിരിക്കും ഇയാളെ അറിയാതെ? കാരണം അത് പറയാൻ കാരണം അല്ലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് PR എടുക്കുന്നവരും അല്ലല്ലോ. ഒരു മിനിറ്റ് ചേട്ടാ, ഇവിടെ ഒറ്റ മിനിറ്റ്. ഇവിടെ ഈ സിനിമയുടെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഞാൻ അടക്കം കൊടുക്കുന്നതാണല്ലോ. കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിനിമയെ പറ്റിയുള്ള പോസ്റ്റേഴ്സ് വരുന്ന എല്ലാം ജെനുവിൻ അക്കൗണ്ടിലാണോ? ഇത് ഇവര് കുറെ അക്കൗണ്ട്സ് ഉണ്ടല്ലോ. ഞാൻ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഇരിക്കുന്ന എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുള്ളതുകൊണ്ടാണ് സിനിമ, നിങ്ങൾ ഏറ്റവും വലിയ, ഞാൻ പറയുന്നത് സുമതിയുള്ള വിജയിച്ചതിന് ഏറ്റവും വലിയ കാരണം നിങ്ങളാണ്. നിങ്ങൾ എത്ര ദിവസം എന്നോട് വന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ടീമിന് PR വർക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ PR ടീംസ് ആരൊക്കെയാന്ന് എല്ലാവർക്കും അറിയാലോ. മെയിൻ PROs അവർക്കറിയാം. അവർ കൊടുക്കുന്ന കുറെ ആളുകൾക്ക് ഇത് സബ് കോൺട്രാക്ട് കൊടുക്കും. അവർ ഈ കണ്ട ചാത്തൻ അണ്ടനടകോടൻ പോസ്റ്റുകളിൽ വരുന്ന എല്ലാ പേജുകളിലും ഈ സാധനം വരും. അങ്ങനെ വരുന്ന ഇതിൽ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പേജാണിത്.
ഇതൊരു വ്യക്തിയല്ലാതെ എനിക്ക് അന്ന് ഇതൊരു സിനിമ പ്രൊമോഷൻ ചെയ്ത പേജാണ്. അയാൾ ബാക്ക് ടു ബാക്ക് പോസ്റ്ററുകൾ ഇടുകയാണ്, കാർഡുകൾ ഉണ്ടാക്കി ഇടുകയാണ്. അടുത്തോളം എംപ്ലോയീസ് അങ്ങനെ എന്തോ പറയേണ്ട ഒരു അതായത് ബി ഫോർ പ്ലീസ് നോ ഇങ്ങനെയുള്ള ഇവിടെ ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇന്നിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു എന്ന്. നിങ്ങൾ എനിക്ക് ഇത്രയും വീഡിയോ എത്ര പേര് എന്നെ വിളിച്ചോണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്തൊരു വാർത്തയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതാരാന്ന് എനിക്കറിയില്ല സീരിയസ്ലി. മറ്റൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു അഭിലാഷ് പിള്ളയുടെ പ്രതികരണം വന്നു, ഇതിൽ അസോസിയേഷൻ ഇടപെടും, അസോസിയേഷൻ വഴി ഞങ്ങൾ തീർക്കുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു? ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ സ്റ്റോറി, ഇന്ന് രാവിലെയാണ് വാട്സാപ്പിൽ ഞാനൊരു സ്റ്റോറി ഇടുന്നത്, ട്രൂത്ത് വിൽ വി വിൽ സ്പീക്ക് 1 o'clock എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇട്ടത്. ആരോട് ചോദിച്ചിട്ടാണ് ഈ കണ്ടന്റ് എടുത്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ PR പറ്റി പറഞ്ഞ PR പറ്റി ഇവിടെ അറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ നിൽക്കുന്നവർക്ക് തന്നെ അറിയാം നെഗറ്റീവും പോസിറ്റീവും PR ആരാന്നുള്ളത്. ഞാൻ പറയുന്നത് ചെയ്തു, കുറച്ച് എത്തിക്സ് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമുണ്ട്. ഇപ്പോൾ നിങ്ങളുമായി ഒരു നിർമ്മാതാവിന് ഒരു ഇഷ്യൂ ഉണ്ടായി. ഇപ്പോൾ ആ നിർമ്മാതാവിന് ഡേറ്റ് കൊടുക്കുകയാണ് ഈ നടൻ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ്? അല്ല, അതാണ് പറഞ്ഞത്. ഇത് തുടക്കം മുതലേ ആ സിനിമ ഇറങ്ങുന്ന സമയം മുതൽ ഉണ്ണി പല സ്ഥലത്തും പ്രത്യക്ഷത്തിലും അല്ലാതെയും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഉണ്ണിയാണ് ഡയറക്റ്റ് എന്നുള്ളത്. ഇത്രയും നാൾ ഞങ്ങളത് പബ്ലിക് ഫോറത്തിൽ പറയുന്നത് വെച്ചാൽ ഇതങ്ങ് കഴിയട്ടെ എന്ന് കഴിഞ്ഞു. കാരണം സുമതിയോട് ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ തുറന്നു പറയാം, ഇപ്പൊ വിഷ്ണുവിന് സംവിധാനം അറിയില്ലെങ്കിൽ എന്തിനാണ് ഞാൻ മാളികപ്പുറം പോലെ വിജയം കഴിഞ്ഞിട്ട് വീണ്ടും വിഷ്ണുവിനോട് പേര് പടം ചെയ്തത്? എനിക്കിവിടെ വേറെ എത്രയോ ഡയറക്ടേഴ്സ് എന്നോട് കഥ ചോദിക്കാറുണ്ട്, എത്രയോ പ്രൊഡ്യൂസേഴ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് അവന് വിശ്വാസം ഉള്ളതുകൊണ്ടും അവന് ഈ പണി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മാളികപ്പുറം ഉണ്ണി മൂന്നും ഡയറക്ട് ചെയ്തത്. അപ്പൊ സുമതിയോട് ആരാണ് ഡയറക്ട് ചെയ്തത്? അർജുൻ അശോകനോ? അല്ല, അർജുനോട് ചോദിക്കാമല്ലോ. ഈ പടം സുമതിയോട് ഡയറക്ട് ചെയ്ത ഡയറക്ടർ അല്ലേ, അർജുനോട് ചോദിച്ചാൽ പറയും ഇവര് പണി അറിയാവുന്നുള്ളത്. അല്ലെങ്കിൽ മാളികപ്പുറത്തിൽ അഭിനയിച്ച സൈജു ചേട്ടൻ അടക്കം ജീവിച്ചിരിപ്പുണ്ട്, സൈജു ചേട്ടന് ചോദിച്ചാൽ പോലെ ആരാണ് ഡയറക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഈ സിനിമയുടെ മേക്കിംഗ് വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. എത്രയോ ദിവസം മേക്കിംഗ് വീഡിയോസ് കൊളാബ് ചെയ്തിട്ടേക്കുന്നത്, അതിലൊക്കെ നോക്ക് ആരാണ് ഡയറക്ടർ നോക്ക്. ഒരു സീൻ എടുക്കുമ്പോൾ വന്ന് അഭിപ്രായം പറയുന്ന ആള് ഡയറക്ടറാണെങ്കിൽ മലയാള സിനിമയിലെ എല്ലാ സംവിധാനം ഡയറക്ടർ, എല്ലാ നടന്മാരും ഡയറക്ടേഴ്സാണ്. എല്ലാവരും അഭിപ്രായം പറയും. ഞാൻ പോയി അഭിപ്രായം പറയാറുണ്ട്, അസോസിയേറ്റ് പറയണം, അപ്പൊ ഞങ്ങളാണോ ഡയറക്ടേഴ്സ്? ഇത് ഞാൻ പറയുന്നത് ഈ മാളികപ്പുറത്തിന് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് ഉണ്ണി പോയി സഹായം കൊടുക്കുന്നു എല്ലാം ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ തന്നെ പടങ്ങൾ ഇവിടെ ചെയ്തിട്ട് കാശ് മേടിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ലേ, എന്താ അവരെ സഹായിക്കാതെ? പിന്നെ നിങ്ങൾ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണി ആ സഹായം കൊടുത്തതെന്നാണോ നിങ്ങൾ വിചാരം? ഇനി ഇന്നലെ ഒരു പോസ്റ്റ് വന്നു വീണക്കുന്നപ്പള്ളി പോസ്റ്റ്, ഉറപ്പായിട്ടും ഇനി ഞാൻ പറയുന്നത് ഈ പറയാൻ പോകുന്ന കേട്ടുള്ളൂ. കഴിഞ്ഞ ഡിസംബർ, അതായത് 2025 ഡിസംബറിൽ നിങ്ങൾ ഈ പറയുന്ന ഇന്നലെ പൊട്ടി മുളച്ച ഈ രക്ഷകന്മാരിൽ ഒരാൾ, ഈ പറയുന്ന പ്രൊഡ്യൂസർ, എന്നെയും വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും മുരളിച്ചേട്ടനെയും വിളിച്ചു വരുത്തുകയും ഞങ്ങളെ 3 പേരെ എഴുതി ഇദ്ദേഹം ഗോഡ് ഫാദർ കളിച്ചു. ഇദ്ദേഹം ചോദിക്കുന്നത് അത് അയാളുടെ കാശ് മൊത്തം പോയെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഞാൻ മേടിച്ചപ്പോൾ എന്തേ പറയുന്നത്? കണക്ക് തരട്ടെ, കാശോടെ പറയുന്നത് ഇത്രയും പൈസ വന്നിട്ടുണ്ട്, പുള്ളി എന്ത് പൈസ ഇറക്കിയെന്ന് ആദ്യം പറയട്ടെ. പുള്ളി പറയുന്ന ഈ കണക്കിൽ തിങ് സ്റ്റുഡിയോസ് എന്ന കാശും ഗൂഗിളിൽ നിന്ന കാശും ഒക്കെ പുള്ളിയുടെ അക്കൗണ്ടിൽ പോയപ്പോൾ അത് പുള്ളിയുടെ പൈസ എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തോ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, എന്തായാലും മാളികപ്പുറത്ത് നല്ല പൈസ കിട്ടിയില്ലേ, അതിന് കുറച്ചെടുത്ത് ഇദ്ദേഹത്തെ സഹായിക്കും എന്ന് പറയുമ്പോൾ ഡിസംബർ മുതൽ ഈ വീഡിയോ വരുന്ന ഈ സമയം വരെ അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നു മുരളി കുന്നപ്പുറത്തിനെ സഹായിക്കാനായിട്ട്. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞാണ്, ഇപ്പം എന്ത് പറയുന്ന അറ്റൻഷൻ കിട്ടും. ഈ അറ്റൻഷൻ സീക്കേഴ്സ് ഉണ്ട്, അതിന്റെ പരിപാടിയാണ് ഇത്. ഇപ്പൊ എന്ത് സോഷ്യൽ മീഡിയ ഇട്ടാലും അറ്റൻഷൻ കിട്ടാം, ഒരാളെ സഹായിച്ചു, നമ്മൾ നന്മപരമായി, ഈ പരിപാടിയാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ചീപ്പ് പബ്ലിസിറ്റി. ഉണ്ണിമുന്തൻ ഡയറക്ട്ലി ഇതുവരെ എങ്ങും വന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഉണ്ണിമുന്തൻ അദ്ദേഹത്തിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ ബാക്ക് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്, എന്തിന് സഹായം കൊടുത്തു എന്നുള്ളത്. മാസങ്ങൾക്ക് മുന്നേ ഇതേ മുരളിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പിന്നെ മാളികപ്പുറം 2 നമുക്ക് ചെയ്താലോ, വേണുചേട്ടനോട് സംസാരിച്ചിട്ട് നമുക്ക് ഈ പടം ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ ചെയ്യുന്നില്ല, കാരണം അത് സംവിധാനം ചെയ്യാൻ വിഷ്ണുവിനെ സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇത് തുറന്നു പറയുന്നത് എന്താ വെച്ചാൽ, ഇനിയും ഞങ്ങളിത് മിണ്ടായിരുന്നാൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്? ഒരു സിനിമ എഴുതി, ഓക്കെ, ഒരു സിനിമ നഷ്ടം വന്നു, എഴുത്തുകാരനും സംവിധായകനുമാണോ ഇതിന്റെ ഉത്തരവാദി?
ഞങ്ങൾ മാത്രമായ ഉത്തരവാദി. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗ്യാംബ്ലിംഗ് അല്ലേ? ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ചെയ്തില്ല, വലിയ സക്സസ് ആയി കാശ് കിട്ടിയ പടമുണ്ട്, കാശ് പോയ പടമുണ്ട്. ഈ കാശ് പോയ പടങ്ങളെല്ലാം ഇങ്ങനെ തലയിൽ ചെറിയ കാശ് കിട്ടിയ സിനിമകളെല്ലാം അതൊക്കെ പ്രൊഡ്യൂസറിന്റെ സ്വന്തമല്ലേ? അല്ല, ഉണ്ണിമൂന്നിന് വിഷ്ണുവായിട്ട് എന്തോ പ്രശ്നം ഉള്ളത് പറഞ്ഞില്ലായിരുന്നു? അല്ല, ഉണ്ണിമൂന്നിനും വിഷ്ണു തമ്മിലുള്ള പ്രശ്നം വിഷ്ണുവിന്റെ അത് വിഷ്ണുവിനെ പറയും. പ്രശ്നത്തിന് മുമ്പ് എനിക്ക് മാളിപ്പുറം എൻ്റെ ഒരു തുടക്ക ചിത്രമായിരുന്നു. എനിക്ക് വളരെയധികം എന്താ പറയുക, സപ്പോർട്ടും ഇമോഷണലായിട്ടും എല്ലാമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഉണ്ണിമൂന്നൻ. ഞാൻ അതില്ല എന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. കാരണം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പല രീതിയിലും ഒരു ക്രിട്ടിക്കൽ കോൾ എടുക്കാനായിട്ടുള്ള സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് ഉണ്ണിമൂന്നൻ. പക്ഷെ ഉണ്ണിമൂന്നൻ മാത്രമല്ല, ആ പടത്തിൽ വർക്ക് ചെയ്ത ക്യാമറമാൻ ആയിട്ടുള്ള വിഷ്ണു നമ്പൂതിരി ആണെങ്കിലും ഇപ്പോൾ റൈറ്റിംഗ് സ്കെയിലായിട്ടുള്ള ചില സീൻസ് ഒക്കെ നമുക്ക് 2 ദിവസം ചാർജ് ചെയ്ത് 1 ദിവസം കൊണ്ട് തീർക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അഭിലാഷേട്ടൻ അതിനൊരു കോമഡി ആയിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പല ഒപ്പീനിയൻസും ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണി അതിൽ കുറച്ചുകൂടി എന്നെ, കാരണം അതിൽ നിന്നൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു നമ്മളന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മാത്രമല്ല, തുടക്കക്കാരായുള്ള എല്ലാ സിനിമാക്കാരെയും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ചീഫായിട്ടുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഉണ്ണിയായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അത് വേണ്ട എന്ന് തീർത്തും പറഞ്ഞു. അതിൻ്റെ ഒരു ഈഗോയിലാണ് ഇത് മൊത്തം ട്രിഗർ അയക്കുന്നത്. എനിക്കത് ഞാനതൊരു എന്താ പറയുക, ഒരു ഇത് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ ഞാനത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾ അതിനായിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ അതവന് ഭയങ്കരമായിട്ട് അവനൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയുകയും ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു ദിവസം പിണങ്ങി സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സെറ്റിൻ്റെ സമയത്ത്, ഷൂട്ടിൻ്റെ സമയത്ത്. എന്നിട്ടും നമ്മൾ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ പിണക്കൊക്കെ മാറ്റി വീണ്ടും പ്രൊമോഷന് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം ഉണ്ണിയുടെ ഒരു പ്രൊമോഷൻ കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന പല ഫിഗേഴ്സും എത്തിപ്പെടാൻ സാധിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സ്റ്റാർഡത്തിൽ എത്താനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ മാളികപ്പുറമാണെന്ന് ഇന്നും കുറച്ച് വിശ്വസിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ പിന്നീടുണ്ടായിരുന്ന ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം വീണ്ടും അവന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയാ, ഇതെല്ലാം സംസാരിച്ച് തീർന്നല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് അവന്റെ മനസ്സിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള ചേട്ടൻ പറഞ്ഞ് അറിയുന്നത്. ഇപ്പോ ഞാനത് എന്താ പറയുക, ഈ പറയുമ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. ഇനിയിപ്പോ നേരിട്ട് ഞാൻ ഇതിലും പോയി ചോദിച്ചിട്ടില്ല. എന്നോട് പറയുന്നത് മുരളിച്ചേട്ടനാണ്, ഇവൻ നിന്റെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നോട് മുരളിച്ചേട്ടനാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് ഇങ്ങനെ കറങ്ങിയെന്നുള്ള സാധനമാണ് പുള്ളി വന്ന് പറയുന്നത്. പക്ഷെ ഇത് ഷൂട്ടിന് മുമ്പേ മുരളിച്ചേട്ടൻ ഈ കാര്യം എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഏതൊരു കൊച്ചിനും മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എനിക്ക് ഉറപ്പിച്ചെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതില് അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അല്ല, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. നിങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത്. മുരളിക്കുന്നുമ്പുറത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ പോയ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. ആ മീഡിയക്ക് കൃത്യമായിട്ട് അറിയാം ഉത്തരം. ഇന്നലെ ആര് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ പോയെന്നുള്ളതും ആര് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, ആ കൊടുത്ത ഹെഡിങ് ആണല്ലോ ഈ പ്രശ്നങ്ങൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആ ഹെഡിങ് ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം. ഇത് 2 ദിവസങ്ങളിൽ പുറത്തു വരും, പേടിക്കണ്ട. ഒരു കാര്യം, പിന്നെ കുറച്ച് മുന്നേ വെച്ച് വിഷ്ണുവിനോട് പറയുന്നുണ്ടെന്ന്, ഉണ്ണിയായിട്ടുള്ള ഒരു ഇഷ്യൂ കുറച്ച് മുന്നേ ഇവിടെ നടന്നത് എല്ലാവർക്കും അറിയാം. ഉണ്ണിയും മറ്റേ അദ്ദേഹത്തിന്റെ മാനേജർ തമ്മിലുള്ള പ്രശ്നം. അന്ന് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്നലെ വരെയും ഞാനത് നിന്ന ആളാണ്. മനസ്സിൽ ഒരിക്കലും ഉണ്ണിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചിരുന്ന ആള് ഉണ്ണിയെ കാണുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ ഉണ്ണിയുടെ പല ഓഡിയോ ക്ലിപ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ ഉണ്ണി ഇവരോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതിന് തെളിവായിട്ടുള്ള ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇത് കൃത്യമായ PR ആണെന്ന് അറിഞ്ഞ മൊമെന്റ് മുതൽ മനസ്സിൽ നിന്നൊരു സുഹൃത്തിനെ എടുത്ത് കളഞ്ഞത്, സീരിയസ് എടുത്ത് കളഞ്ഞത്. കാരണം അങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൃത്യമായ PR-ന്റെ വർക്കാണ്. കൃത്യമായ ഓർഗനൈസേഷന്റെ പുറത്താണ് കഴിഞ്ഞ 2 ദിവസം അറ്റാക്ക്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോയ ഒരു വീഡിയോനെ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും വലിയ ന്യൂസ് ആക്കി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംശയത്തിന്റെ നിലയിലേക്ക് നിർത്തുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിലെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ പുറത്തു വരും. ഉറപ്പുള്ള കാര്യമാണ്. ആരായാലും പുറത്തു വരും.
ഞാൻ ചോദിക്കുന്ന ഉണ്ണിമൂന്ന് എന്നുള്ളൊരു സ്റ്റാറിലുള്ള ആളെ വെച്ച് പടം ചെയ്ത ആളല്ലേ ഞാൻ ഉണ്ണിയായിട്ട് പടം ചെയ്യാൻ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഉണ്ണിയെ കണ്ടത് പടം ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. ഉണ്ണിക്ക് 1.5 വർഷം ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതാണ് നമ്മൾ മാറിയത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇന്നലെ മുതൽ നടക്കുന്ന ഈ PR-ല് ഉണ്ണിമൂന്നിനാണ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിലുള്ള PR അദ്ദേഹത്തിന്റെ എത്രയോ ഗ്രൂപ്പുകളിൽ അദ്ദേഹം അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിൽ വന്നിട്ട് പോലും ഇന്ന് ഈ മൊമെന്റിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുമില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ നിങ്ങൾ പരാതി കൊടുക്കുന്നു. ഓൾറെഡി ഫെഫ്കയിലെ അസോസിയേഷനിൽ റൈറ്റേഴ്സ് യൂണിയൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, വിഷ്ണു കൊടുത്തിട്ടുണ്ട്, വിജീഷ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ നിയമ നടപടികളിലേക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ